കണ്ണൂർ വളപട്ടണം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവ് കൊല്ലപ്പെട്ടതെന്ന് ബന്ധുക്കൾ. KSEB താൽക്കാലിക മീറ്റർ റീഡറായിരുന്ന ജോബിഷ് ജോർജാണ് മരിച്ചത്. ഒക്ടോബർ 23-നാണ് പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കേസിന്റെ തുടക്കം മുതൽ പോലീസ് കാണിക്കുന്ന നിസ്സംഗത സംശയം ബലപ്പെടുത്തുകയാണെന്നും യുവാവിന്റെ ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ഒക്ടോബർ 19-ന് കാണാതായ ചന്ദനക്കാംപാറയിലെ ജോബിഷ് ജോർജിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് ബന്ധുക്കൾ രംഗത്തു വന്നത്. KSEB ഇരിട്ടി സെക്ഷനിൽ താൽക്കാലിക മീറ്റർ റീഡറായിരുന്നു ജോബിഷ്. വയറിംഗ് ജോലിയും ചെയ്യാറുണ്ടായിരുന്നു. വായ്പയെടുത്ത കണ്ണൂരിലെ ബാങ്ക് ഏജന്റിനെ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞാണ് ജോബിഷ് വീട്ടിൽ നിന്ന് പോയത്. വൈകിട്ട് ബന്ധു വിളിച്ചപ്പോഴും കണ്ണൂരിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ഫോണിൽ കിട്ടാതായതോടെ പിറ്റേന്ന് പയ്യാവൂർ പോലീസിൽ പരാതി നൽകി. 23-ന് വളപട്ടണം പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ജോബിഷിന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പിതാവ് ജോർജ് വർഗീസും ബന്ധുക്കളായ ജോസ്, മോളി വിൽസൺ, ഡോളി എന്നിവരും രംഗത്തു വന്നു. പോലീസ് കേസ് എന്നെ വിളിച്ച് പറഞ്ഞു ഞാനാണ് കംപ്ലൈന്റ് കൊടുത്തത്. അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. ഈ കേസ് ക്ലോസ് ചെയ്യാൻ ഞാൻ സാറേ കേസ് ക്ലോസ് ചെയ്യണം. അത് CI പറഞ്ഞു ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല സാറേ. ഇത് കഴിഞ്ഞാൽ കൊച്ചു പോയാൽ സംശയിച്ച് വണ്ടി കിട്ടിയിട്ടില്ല. പിന്നെ അവൻ കണ്ണൂർ പോയിട്ട് യാതൊരു തെളിവുമില്ല. ഒരു CCTVയിലും കാണുന്നില്ല ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ സാറേ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. 19-ന് കാണാതായ ജോബിഷ് 21 വരെ കണ്ണൂരിൽ തന്നെയുള്ളതായി മൊബൈൽ ടവർ ലൊക്കേഷനിൽ വ്യക്തമായിട്ടുണ്ട്. ഈ കാര്യത്തിൽ പോലീസ് വേണ്ടത്ര അന്വേഷണം നടത്തിയില്ല. ജോബിഷ് സഞ്ചരിച്ച ബൈക്കും കണ്ടെത്തിയിട്ടില്ല. കണ്ണൂർ പ്ലാസ ജംഗ്ഷനിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ജോബിഷിന്റെ ഫോൺ കണ്ടെത്തിയിരുന്നു. ഒരു യുവാവ് വിറ്റതായാണ് കടയുടമ പറഞ്ഞത്. ജോബിഷ് തന്നെയാണോ ഫോൺ വിറ്റതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. സാമ്പത്തിക ബാധ്യതയില്ലാത്ത ജോബിഷ് ആത്മഹത്യ ചെയ്യില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ജോബിഷിന്റെ വസ്തു പണമിടപാടുകളും സംശയമുള്ള കൂട്ടുകാരെയും മറ്റു വ്യക്തികളെയും സംബന്ധിച്ചും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്വേഷണം നടന്നിട്ടില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകിയിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹത കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ കേസ് അവസാനിപ്പിക്കുകയാണെന്നാണ് ജോബിഷിന്റെ ബന്ധുക്കളെ വളപട്ടണം പോലീസ് അറിയിച്ചത്. സംഭവം നടന്ന് 1 മാസം കഴിയുമ്പോഴേക്കും ധൃതി പിടിച്ച് കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കം ആരെയോ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. News 18 കണ്ണൂർ.